മറ്റെല്ലാ തീരുമാനം പോലെ സന്തോഷവും ഒരു തീരുമാനമാണ്. എന്തും വരട്ടെ സന്തോഷമായിരിക്കാൻ ധൈര്യവാനായി നമ്മൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്ന പോലെ സന്തോഷം ഒരു തീരുമാനം വരട്ടെ, ആ ഒരു ഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് അമ്മ പറയുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്നതാണ് ബോസ്റ്റ് റോക്കറ്റ് പോലെയാണ് എന്ന് പറയാൻ കാരണം. അത് നമ്മൾ കൈവടിഞ്ഞാൽ എല്ലാം പോകും. നമുക്ക് പ്രയത്നിക്കാനേ അധികമുള്ളൂ. അവിടത്തെ ചെയ്യണ ഫലം തരേണ്ടത്. അപ്പോൾ നമ്മൾ വാ തുറന്ന് കോട്ടുമായിട്ട് അടയ്ക്കണമെന്ന് പിന്നെ നിന്നിരിക്കുക ശക്തിയുടെ അനുഗ്രഹം വേണം. അപ്പോൾ അതുകൊണ്ട് അവിടത്തേക്ക് ശരണാഗതിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ശരണാഗതിയോട് പ്രയത്നിക്കുക. ശരിക്കുള്ള ആധ്യാത്മജീവിയും പട്ടിണി കൊണ്ടൊന്നും മരിക്കേണ്ടി വന്നിട്ടില്ല. ശരണാഗതിയോട് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നേടേണ്ടി വരും. അതെന്നായാലും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ അത് ഒരു ഡിപ്പോസിറ്റ് പോലെ കിടക്കും. ഏത് സാഹചര്യം ഈശ്വരിച്ചയെ കണ്ട് സ്വീകരിക്കാനുള്ള സമർപ്പണ ഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ശരണാഗതിയോട് പ്രയത്നിക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു വള്ളം തുഴയുമ്പോഴാണ് ഒരു വശം മാത്രം ഇട്ട് തുഴഞ്ഞാൽ അത് ആ സ്ഥാനത്ത് തന്നെ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ രണ്ട് വശത്തും ഇങ്ങനെ തുല്യമായി തുഴയണം. അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൻ്റെ രണ്ട് തുഴകൾ, ഒന്ന് വിശ്വാസവും ഒന്ന് പ്രയത്നമാണ്. വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല, പ്രയത്നം കൊണ്ട് മാത്രം കഴിയില്ല. രണ്ടും നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യമാണ് നമ്മൾ ഏതൊരു പ്രയത്നത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. നമ്മളിന്ന് ജോലിക്ക് പോകണമെന്ന് വയ്ക്കുമ്പോൾ ഓഫീസിൽ ജോലിക്ക് പോകണം, 10 മണിക്ക് തന്നെ പോകണം. അപ്പോൾ 10 മണിക്കുള്ളിൽ തന്നെ വീട്ടിൽ ജോലിക്ക് കാര്യം ചെയ്ത് തീർക്കണം. മറ്റുമൊക്കെ ജാഗ്രതയായി ചെയ്യാൻ ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് നേടുന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ എന്ത് പ്രതിബന്ധം വന്നാലും അത് തടസ്സം സൃഷ്ടിക്കുകയില്ല. അതിനെ നമുക്ക് കവച്ച് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കപ്പലിലെ കപ്പിത്താന് ഏത് തുറമുഖത്തെടുക്കണം എന്നുള്ള ലക്ഷ്യമില്ലെങ്കിൽ കാറ്റ് അനുകൂലമായി വീശിയാലും നമ്മൾ തുറമുഖത്ത് എത്തില്ല. നമുക്ക് ആ ലക്ഷ്യമാണ് നമ്മളെ ആ സ്ഥാനത്തെത്തിക്കുന്നത്, ഉള്ളിലെ ആ ഒരു ലക്ഷ്യം. അപ്പോൾ എപ്പോഴും ജാഗ്രത നമ്മളിലുണ്ടാകും. ഒത്തിഷ്ട ജാഗ്രത, ഉണരുവിൻ എഴുന്നേക്കുവിൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ്. മോപ്പ ഒരു കഥ ഓർക്കുകയാണ്. ഒരു പേര് കേട്ട് ഒരു എഴുത്തുകാരൻ ട്രെയിനകത്ത് യാത്ര ചെയ്യാൻ ടിക്കറ്റ് പരിശോധിക്കാനായിട്ട് കണ്ടക്ടർ ആ ട്രെയിനകത്ത് എത്തിയിരിക്കുന്ന ഇത് കയറി ചെന്നു. പെട്ടെന്ന് ഈ എഴുത്തുകാരൻ പോക്കറ്റിൽ തപ്പി ടിക്കറ്റ് കൊടുക്കുക. തപ്പിയിട്ടും ടിക്കറ്റ് കിട്ടിയില്ല. എഴുത്തുകാരൻ്റെ വെപ്രാളം കണ്ടപ്പോൾ കണ്ടക്ടർ പറഞ്ഞ്, സാറ് വിഷമിക്കേണ്ട, അങ്ങ് അറിയാത്ത ആരാണ് ഇവിടെ ഉള്ളത്, വേണേ ഞാൻ ടിക്കറ്റ് തരാം, അല്ലെ കാശ് തരാം, വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് പണം അയച്ചു തന്നാൽ മതി, നീ കണ്ടക്ടർ അങ്ങോട്ട് പറയാം, ടിക്കറ്റ് തരാം. അപ്പോൾ ഈ എഴുത്തുകാരൻ കണ്ടക്ടറോട് പറയാണ്, നിങ്ങളുടെ സഹായത്തിന് നന്ദി, എന്നാൽ എൻ്റെ പ്രശ്നം അതല്ല, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നത് തന്നെ എനിക്കറിയില്ല. ഇതുപോലെ നമ്മൾ എങ്ങോട്ടൊക്കെയോ യാത്ര ചെയ്യുന്ന ജീവിതമാണ് യാത്ര ചെയ്യുന്നു, പക്ഷെ ഒരു ലക്ഷ്യമില്ല. അതുകൊണ്ട് ഒരിടത്തും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. നമുക്ക് ആദ്യം വേണ്ടതിനും ഒരു ലക്ഷ്യമാണ്. ലക്ഷ്യത്തിൽ ജ്ഞാനമുണ്ട്, ശരിക്കൊരു ജ്ഞാനമുണ്ട്. ലക്ഷ്യമുണ്ടെങ്കിലേ ഉത്സാഹവും പ്രയത്നവും അപ്രയത്നിക്കാൻ ഉത്സാഹവും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നാളെ ഇത്ര മണിക്ക് ഇതിനടുത്ത് പോകണം. അപ്പോൾ ഒന്ന് നമ്മൾ അലാറം വെച്ച് കിടക്കുന്നവരുണ്ട്. അലാറം വയ്ക്കാതെ കറക്റ്റായി ശീലിച്ചവർക്ക് ആ സമയത്ത് തന്നെ അവർ ഉണരുന്നുണ്ട്. എല്ലാം കറക്റ്റ് തന്നെ അങ്ങനെ ഉണ്ട്. ഉദാഹരണം ആശ്രമത്തിലെ മക്കൾ പണ്ടെല്ലാവരും ടൈം പീസ് വെച്ചിട്ട് വെളുപ്പിൽ 4 മണിക്ക് അർച്ചനയ്ക്ക് പോകണം. അന്നേരത്തൊരു 500 പേരോളം ബ്രഹ്മചാരികളുണ്ട്. അവരെല്ലാം എല്ലാവരുടെയും മുറി അലാറമുണ്ട്. സ്വയം മനസ്സിൻ്റെ അലാറമാണെല്ലാം ഉണ്ടാക്കി എടുക്കേണ്ടത്. അതാണ് ശരിയായ സെക്യൂരിറ്റി. അവനവൻ്റെ സെക്യൂരിറ്റി അവനവൻ തന്നെയാണ്. കാരണം മറ്റെത്ര സെക്യൂരിറ്റി ഉണ്ടായാലും നമുക്കൊരു ആത്മവിശ്വാസവും അതിനെ സ്വീകരിക്കാനൊരു ശക്തിയില്ലെങ്കിൽ കഷ്ടമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയും ഉണർത്തണമല്ലോ, പിന്നെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണല്ലോ പോകുന്നത്. ഞാൻ പറയും എല്ലാവരും ടൈം പീസ് കൊണ്ടുവരാം. ചില കുഞ്ഞുങ്ങൾ 80 വയസ്സ് ജയിക്കേണ്ടത് 40 വയസ്സിലെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മരിച്ചു പോകുന്നു. ഇത്രയും ടൈം പീസ് കൂട്ടി വിറ്റാലേ ഒരു കുട്ടിക്ക് ഹാർട്ട് ഓപ്പറേഷൻ കൊടുക്കാം. നമ്മുടെ അമ്മമാരൊന്നും ഒരു അലാറം വെച്ചോ ഒരു വാച്ച് കെട്ടിയോ അല്ല അച്ഛനമ്മമാരൊന്നും ഇവിടെ എഴുന്നേറ്റിട്ടുള്ളത്.
അപ്പം നിങ്ങൾ വെളുപ്പിലെ സ്വയം നിങ്ങൾ ജാഗ്രതയാകാം. അങ്ങനെ ഭാവിച്ചപ്പോൾ 1-2-3 ദിവസം തോറ്റുപോകും. പക്ഷെ നിങ്ങൾ ജാഗ്രതയാകാം. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പിന്നെ എല്ലാ മക്കളും കറക്റ്റിന് തന്നെ അവരെഴുന്നേക്കാൻ തുടങ്ങി. ഏതാണ്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതൊരു 3-4 ഒരാഴ്ച കൊണ്ട് തന്നെ അവരും വിജയിച്ചു. ലക്ഷ്യമാണ് നമ്മൾ ഏതൊരു പ്രയത്നത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്.